നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഈ കൊച്ചിൻ ഹനീഫയുടെ ബാക്ക്ഗ്രൗണ്ട് പെർഫോമൻസസ്. അതായത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ പെർഫോം ചെയ്യുന്ന നടൻ ആരും ആയിക്കോട്ടെ, ഒരു ഡയലോഗ് ഇല്ലെങ്കിൽ പോലും വെറും എക്സ്പ്രഷൻ കൊണ്ടും ബോഡി ലാംഗ്വേജ് കൊണ്ടും മാത്രം കൊച്ചിൻ ഹനീഫ ആ സീൻ തൂക്കിയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഈ സീനൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഹോട്ടൽ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരു 5 മിനിറ്റ് ഇമവെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ആ ഹരികൃഷ്ണൻ ഞങ്ങൾക്ക് കുറെ കാശ് തരാനുണ്ട്. സാറിന് വേണ്ടി അങ്ങയുടെ മകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കാശ് ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞുകൊള്ളാം. എന്റെ മത്തായി, ഞാൻ ചത്തില്ലെങ്കിൽ കൃത്യം 10 മണിക്ക് മത്തി അവിടെ എത്തിയിരിക്കും. എപ്പോഴും ഈ മീൻ കച്ചവടത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമസ്കാരം സാർ. ഈ പ്രിൻസിപ്പാൾ? അയ്യോ, ഞങ്ങള് സാറും കുട്ടികളൊന്നും അല്ല, സ്റ്റുഡൻസ്. ഞാൻ ഗോപാലകൃഷ്ണൻ നായർ. ഞാൻ പക്ഷെ കൊച്ചിൻ ഹനീഫ മാത്രമല്ല, ഇതുപോലെ വേറെ ചില നടന്മാരും, അതായത് ഈ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജുകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർക്ക് പ്രോമിനൻസ് ഇല്ലാത്ത ഒരു സീനിൽ പോലും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളെയും അതിലെ സീനുകളെയും പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ജഗദീഷ് ശ്രീകുമാറിൻ്റെതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആക്ടർ എന്നുള്ള കാര്യം. ഇൻഫാക്ട് അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും പറഞ്ഞിട്ടുണ്ട്, ഒരു സീൻ നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ അധികം ഡീറ്റെയിലുകളൊന്നും ഇല്ലെങ്കിലും പുള്ളി സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ സീനിനെ ഭംഗിയാക്കി തരാറുണ്ടെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ചെയ്ത് ഫലിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോഴും നമ്മളെല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റുമാണ്. എങ്കിലും ജഗദീഷ് ശ്രീകുമാർ പെർഫോം ചെയ്തിരിക്കുന്ന കാവടിയാട്ടം എന്ന് പറയുന്ന സിനിമ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കോയ ഏജൻസീസ് വരിക. പിന്നെ അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. അതെ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ, താങ്ക് യു. ഇതിനെന്താ കുഴപ്പം? ഈ ലിസ്റ്റിലെ അടുത്തയാൾ ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. ഈ നാച്ചുറൽ ആക്ടിങ്ങിന് മലയാളത്തിൽ വേറെ തന്നെ ഒരു ടെംപ്ലേറ്റ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു നടനാണ് ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അന്നത്തെ മികച്ച സംവിധായകരുടെ കൂടെ അദ്ദേഹം കൊളാബറേറ്റ് ചെയ്ത സമയത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ബെസ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ സ്കോർ ചെയ്ത സീനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, അതെ അതെ, വിശ്വനാഥൻ. ഇവിടെ തൽക്കാലം പാടാൻ അവസരങ്ങളൊന്നുമില്ല. ഓൻ പാടിയത് കേട്ടില്ലേ? എന്താ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അല്ലേ? ഇനി അടുത്തത് നമ്മുടെ മാമുക്കോയാണ്. ഈ ഹ്യൂമറിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ ഒന്നും ഒരു കാലത്തും ആർക്കും വെട്ടാൻ പറ്റില്ല എന്ന് പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലാണ് ഈ ലെജൻഡ്സ് എല്ലാം ആ കഥാപാത്രങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ മാമുക്കോയെ സ്കോർ ചെയ്ത സീൻ ഏതാണെന്നല്ലേ? ഇതാ കണ്ടോ. ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കഴിയും തല്ലി ഓടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്. മിക്കവാറും അതുകൊണ്ട് ഞങ്ങൾ പോകും. കലാഭവൻ മണി. ശരിക്കും കലാഭവൻ മണിയുടെയൊക്കെ കോമഡി സിനിമകൾക്ക് ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹ്യൂമറുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ ടൈമിംഗ് ആണ്. ഒരു സിനിമയിൽ മാത്രമല്ല, ഒരുപാട് സിനിമകളിൽ കലാഭവൻ മണി ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പല പരിപാടികളും കാണിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മുത്തശ്ശന് മുമ്പിൽ ഞാനങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരുടെ മുറിയിൽ നുഴഞ്ഞു കയറി കണക്കെടു. എടാ, ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. നീ ഇവിടെ തെണ്ടി, നീ പോടാ പരമത. മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, തമിഴിലും ഇതുപോലെ നായകനേക്കാൾ കൂടുതൽ കൈയടി കിട്ടിയ ഒരു ആക്ടറുണ്ട്. സിനിമ ശിവാജി. അതായത് ആ സിനിമയിൽ വിവേകിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ ഒരു മിനിയേച്ചറായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും തൻ്റെ തലയിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലോ മോഷൻ ഷോട്ട് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ആ കൂളിംഗ് ഗ്ലാസ് താഴെ വീഴുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഒരു സെറ്റപ്പ് അവിടെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു.
ആ ഷോട്ട് കഴിഞ്ഞ ഉടൻ ഡയറക്ടർ ശങ്കറും രജനികാന്തും മോണിറ്റർ നോക്കിയിട്ട് സാക്ഷാൽ രജനികാന്ത് വരെ വിവേകിനെ നോക്കി പറഞ്ഞു ഈ സീൻ ഇയാൾ കൊണ്ടുപോയി എന്നുള്ളത്. ഇതുപോലെ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ആയ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സീനുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം.